പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. മധുരമങ്ങേ മഹിമയിൽ മറയുവാൻ
ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സമേതനായി വസിക്കുന്ന പരിശുദ്ധനും സുഖകരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേ സ്വഭാവത്തിൽ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായി നീക്കും. എന്റെ സഹോദരൻ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന 29-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് യാത്ര തുടർന്നു. കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ വയലിൽ ഒരു കിണറുണ്ടായിരുന്നു. അതിനു ചുറ്റും 3 ആട്ടിൻപറ്റങ്ങളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത്. വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുവക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോരിന്റെ മകൻ ലാബേനെ അറിയുമോ? അറിയുമെന്ന് അവൻ പറഞ്ഞു. അവന്റെ സുഖമാണോ? അവർ ചോദിച്ചു. അതെ, അവൻ പറഞ്ഞു. ഇതാ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ. ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് അവയെ കൊണ്ടുപോയി തീറ്റുക. അവർ പറഞ്ഞു, അങ്ങനെയല്ല. ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. തന്റെ മാതൃസഹോദരനായ ലാബേന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെ കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബേന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റബേക്കയുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു. തന്റെ സഹോദരയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാക്കോബ് വിവരങ്ങളെല്ലാം അറിഞ്ഞ
ലബാൻ പറഞ്ഞു, എന്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ. ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നീയും. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിലെ പ്രഥമ പാഠങ്ങൾ തിരിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മനുഷ്യരുടെ വെറുപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും തിരിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും അവർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്. അതിന്മേൽ ശാപം ആസന്നവുമാണ്. ദേഷ്യപ്പെടുക എന്നതായിരിക്കും അതിന്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ നീതിരഹിതനല്ലോ ദൈവം. ദീർഘശിലയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരായിരിക്കണം നിങ്ങൾ.
സമരിയായിലെ സിഖാർ എന്ന പട്ടണത്തിൽ യേശു എത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയക്കാരി അവിടെ വെള്ളം കോരുവാൻ വന്നു. യേശു അവരോട്, എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറഞ്ഞു. അവരുടെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായി എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എന്ന്? യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെങ്കിലും എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരുവാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതോ, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവുമായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർക്കളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരുവാൻ ഞാൻ ഇവിടെ വരികയും വേണമല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അവൻ പ്രവാചകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറൂസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലും ജെറൂസലേമിലും നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞാൻ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ രക്ഷ യഹൂദനിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധന ആത്മാവിൽ സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവരോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന് ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയക്കാരിൽ അനേകർ അവൻ വിശ്വസിച്ചു. ആ സമരിയക്കാർ അവനെ അടുത്തു വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവന്റെ വചന ശ്രമിച്ച മറ്റു പലരും അവനെ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞാൻ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രമിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. തമ്പുരാനെ അറിഞ്ഞ് വിശ്വസിച്ച് പ്രഘോഷിക്കുന്നവരാകുക. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തെയും അറിഞ്ഞ് വിശ്വസിക്കുന്ന സമരിയക്കാരെയും നമ്മൾ കാണുവാനായി സാധിക്കും. ഈശോ സമരിയായിലെ സിഖാറിലൂടെ കടന്നു പോകുമ്പോൾ അവൻ സമരിയക്കാരിയെ കാത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സമരിയക്കാരിയെ സംബന്ധിച്ചിടത്തോളം
സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഒരു സ്റ്റാറ്റസ് ഉള്ള വ്യക്തി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെള്ളം കോരുവാനായിട്ട് 6 മണിക്കൂർ കാത്തിരിക്കുകയാണ്. 6 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഉച്ച സമയം. പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നട്ടുച്ച നേരത്ത്. കാരണം ആ സമയത്ത് മറ്റാരും കിണറിന്റെ അടുത്ത് ഉണ്ടായിരിക്കുകയില്ല. മറ്റാരുടെയും മുഖം നോക്കാതെ, അസ്വസ്ഥയാകാതെ വെള്ളം കോരി തിരിച്ചു പോരുവാനായിട്ട് സാധിക്കും. അവിടെ കാത്തിരിക്കുന്ന യേശുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ഈ കാത്തിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ വലവീശുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ബാക്ക്ഗ്രൗണ്ടുകൾ ഈശോ വ്യക്തമാക്കുകയാണ്. ഭർത്താവിനെ കൂടി കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല എന്ന്. യേശു വ്യക്തമാക്കുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ മറ്റൊരുവരോട് കൂടിയാണ്. വ്യക്തമായിട്ട് അവളുടെ ജീവചരിത്രം അവൻ വ്യക്തമാക്കി കൊടുക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ്, നിന്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തുന്നതിന്റെ തലത്തിൽ അവൾക്ക് മാനസാന്തരം സംഭവിക്കുകയാണ്. യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അവസ്ഥകളെല്ലാം വ്യക്തമായി അറിയുന്നവരാണ് തമ്പുരാൻ. ആ തമ്പുരാൻ നമ്മെ കാത്തിരിക്കുന്നവരാണ്. കാത്തിരിക്കുന്നത് മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയാണ്. ഇവിടെ തമ്പുരാനെ അറിഞ്ഞ സമരിയക്കാരൻ ആ അറിവ്, ആ വിശ്വാസം പങ്കിടുവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തമ്പുരാനെ അറിയുന്ന, അറിഞ്ഞ് വിശ്വസിക്കുന്ന, ആ വിശ്വാസം പങ്കിടുന്ന സമരിയാക്കാരെ ആദ്യമായി കാണുന്നു. സമരിയാക്കാരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു ശത്രുവാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുക, നീ യഹൂദനല്ലേ, നമ്മൾ തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലല്ലോ. മറ്റൊരു വാക്കിൽ പറഞ്ഞ്, നീ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അല്പം കൂടി കഴിയുമ്പോൾ സംഭാഷണം പതുക്കെ ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ശത്രുവായിരുന്ന യേശുവിനെ അവൾ പതുക്കെ പ്രഭോ എന്ന് വിളിക്കുകയാണ്. പ്രഭോ എന്ന് വിളിച്ച് അതൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈശോ അവളോട് അവളുടെ ചരിത്രം പറയുകയാണ്. അവളുടെ ചരിത്രം കേട്ടപ്പോൾ അവൾക്ക് ബോധ്യം വരികയാണ്, ഇവൻ ശത്രുവിനേക്കാൾക്ക് ഉപരിയായിട്ട്, പ്രഭുവിനേക്കാൾക്ക് ഉപരിയായിട്ട് ഇവനൊരു പ്രവാചകനാണ്. അവൾ പറയുക, അങ്ങൊരു പ്രവാചകനാണോ എന്ന് ചോദിക്കുകയാണ്. അല്പം കൂടി സംഭാഷണം എഴുന്നേൽക്കുമ്പോ ഇവൻ പ്രവാചകനേക്കാൾക്ക് ഉപരിയായിട്ട് ഇവൻ രക്ഷകനാണ് എന്ന് തിരിച്ചറിവിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. രക്ഷകൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് അവൾ പറയുകയാണ്. ഇവൻ രക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ രക്ഷകനെ പകർന്നു നൽകുവാനായിട്ട് അവൾ എന്തിനു വന്നുവോ അതുപോലും മാറ്റിവെച്ചിട്ട്, കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോവുകയാണ്. താൻ അനുഭവിച്ച രക്ഷാകരമായ അനുഭവങ്ങൾ അവർ കൂട്ടിച്ചേർക്കുകയാണ്, വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നവരെ തിരിച്ചറിയുവാനായിട്ട്, അവന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, ദാഹജലത്തിന് വേണ്ടിയാണ് യേശു സമരിയക്കാരെയും ആ കിണറ്റിൻകരയിലെത്തുക. അവിടെ എളിയവനാകുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദനായിരിക്കെ അവൻ
സമരക്കാരിയുടെ അവസ്ഥയിലേക്ക് അവൻ താഴ്ന്നു കൊടുക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള സംഭാഷണത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. അതോടൊപ്പം തന്നെ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്യം പറഞ്ഞ നല്ല ബന്ധങ്ങൾ മാനസാന്തരത്തിലേക്കും ബോധ്യങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും നയിക്കും. തീർച്ചയായും അത് മാനസാന്തരത്തിലേക്ക് എത്തിക്കുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാനെ അറിഞ്ഞ് ബോധ്യങ്ങളിൽ വളർന്ന് വിശ്വാസത്തിന്റെ ആഴങ്ങൾ തേടി അനുഗ്രഹീതരാകുവാനായിട്ട് സമരക്കാരെ പോലെ തമ്പുരാൻ നൽകുന്ന ജീവജലം അനുഗ്രഹീതരാകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷം ഉത്സാഹത്തോടെ കർത്താവേ ഞങ്ങളുടെ എല്ലാവരെയും കാക്കണമെന്ന് അപേക്ഷിക്കാം. ഇവരെ ദൈവപുത്രനാകുന്നു എന്ന പിതാവ് സാക്ഷി ലഭിച്ചതായി കർത്താവ് ദൈവം എന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാൻ നിന്ന് മാമോദീസ സ്വീകരിച്ചതായി നിന്റെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ നയിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിയുകട്ടെ.
ആവശ്യങ്ങൾക്കും സമർപ്പിക്കാം. തമ്പുരാനെ അറിയുവാനും വിശ്വസിക്കുവാനും പകർന്നു നൽകുവാൻ ആവശ്യമായ കൃപ ചെയ്യാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന മണ്ഡലങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ ശുദ്ധവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യനാ ഞങ്ങൾ അങ്ങയിൽ എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ
യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതി നിങ്ങളോട് കൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവോദരത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് ഉപേക്ഷിക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാചകം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വധിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ സമമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥ പൊറുക്കേണമേ. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പം ഭൂമിയിൽ വന്നിതാവിക്കുന്നു. ജീവന്റെ അപ്പം ഭൂമിയിൽ
ക്ഷമിച്ചുകൊണ്ടും പാപം സംസാരിച്ചുകൊണ്ടും സൗഹൃദത്തെ ക്ഷമിച്ചുകൊണ്ടും നാം സകലത്തിന് നേരത്തോട് കൃപയും യാചിക്കുകയും ചെയ്യാം. ശത്രുതയും ഉദ്ദേശിച്ചതും വളർമ്മകൾ എന്തുമാകാം. യോശുവയോട് ഭയങ്കരത്തോടെ ഇതിന്റെ സ്ത്രീകളെ പങ്കുകൊള്ളാം. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവർ ചോദിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും കടന്നുപോയിട്ട് വിശുദ്ധീകരണം.
കഴിഞ്ഞ ആഴ്ചത്തെ സ്വതന്ത്ര കാഴ്ച 12,145 രൂപ. ആദ്യ കുർബാനക്കായ സമർപ്പണം 730 രൂപ. 8ാം ക്ലാസ് വിദ്യാർത്ഥിമാർക്ക് അധ്യാപകരും 980 രൂപ. ഹിന്ദി കുർബാന 4,914 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ മാസവരി 1,700 രൂപ. ക്രിസ്മസ് ദിനങ്ങളിൽ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിരുന്ന നൂലുകളാൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഈശോയെ കൈകളിലെടുത്തിരിക്കുന്ന മാതാവിന്റെ ചിത്രം അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് ശേഷം ലേലം ചെയ്യുന്നതായിരിക്കും. സെന്റ് അൽഫോൺസ് യൂണിറ്റ് ഇന്ന് 3:45 ബൈജു ജോർജ് ഷാദിയയുടെ വസതിയിൽ വെച്ച് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 5 മണിക്ക് അമ്പാട്ട് മേരി ജോർജിന്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. ഇന്ന് 10-11 ക്ലാസ്സിലെ കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്റർ വേദപാഠ പരീക്ഷാ ദിനമാണ്. 2 മണി മുതൽ 4 മണി വരെയായിരിക്കും പരീക്ഷ. കഴിഞ്ഞ ഞായറാഴ്ച ട്രാൻസ്പോർട്ട് സിസ്റ്റേഴ്സിന്റെ മോർണിംഗ് സ്റ്റാർ ഓഫീസ് സ്കൂളിന്റെ ധനശേഖരാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തിയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ പേരിൽ ഹൃദയപൂർവ്വം സഹകരിച്ചത് നന്ദി പറയുന്നു. KCYയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്ക്രാപ്പ് കളക്ഷൻ നടത്തുന്നതാണ്. വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് പൈസ സ്വരൂപിക്കുന്നതിനായിട്ട് അവർ ചെയ്യുന്നതാണ്. ഈ കുർബാനയെ തുടർന്ന് മറ്റു കുർബാനകളും വിശുദ്ധ മക്കൾ ജോലി സ്ഥലത്ത് പണിയായിരിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ഐസിയുലായിരുന്ന ഓപ്പറേഷൻ വിധേയമായി വിശുദ്ധ മക്കളിൻ്റെ ചികിത്സ ധനശേഖരാർത്ഥം പൈസ സെന്റ് ആൻഡ്രീസ് യൂണിറ്റിൻ്റെയും KCYയുടെയും നേതൃത്വത്തിൽ പൈസ കളക്ട് ചെയ്യുന്നതായിരിക്കും. സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെമിത്തേരി കലർന്നതാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി സഹകരിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു. കൈകാരന്മാരായ വിനോയിയെയും ജോണിനെയും അതോടൊപ്പം തന്നെ ഇതിനെല്ലാവരോട് വൈകും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നനയ്ക്കുവാനും ബാക്കി കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജോർജേട്ടനെയും ഷാജിനെയും വൈസേട്ടനെയും ജോബിയെയും എല്ലാവരെയും മറ്റെല്ലാവരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു. എൻ്റെ ആത്മാർത്ഥമായ എല്ലാവരുടെയും സഹകരണങ്ങളോട് മാത്രമാണ് അത്രയും മനോഹരമായിട്ട് കലർന്നമാണ് വേഗത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്. അതിനായിട്ട് സഹകരിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുന്നു. തമ്മിലായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും സെമിത്തേരി നിർമ്മാണ പൈസ തന്നു തീർക്കാത്ത കുടുംബങ്ങൾ എത്രയും വേഗം തന്നു തീർക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഏകദേശം 18 ലക്ഷം രൂപയോളമാണ് നമുക്ക് നിശ്ചയമായിട്ട് വന്നത്. 27-ാം തീയതി രാവിലെ സെമിത്തേരി കപ്പേളയിലായിരിക്കും വിശുദ്ധ കുർബാന. തുടർന്ന് ഓഫീസ് സെമിത്തേരി ബിഷപ്പ് ചൊവ്വാഴ്ച രാവിലെ സെമിത്തേരി കപ്പേളയിലായിരിക്കും വിശുദ്ധ കുർബാന. നമുക്ക് പ്രാർത്ഥിക്കാം. പരിസ്ഥാനങ്ങളായ